ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് CBIയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള കേസായതിനാൽ സ്വർണ്ണ കവർച്ചയുടെ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയാണ് ശുപാർശ ചെയ്തത്. ഇന്റലിജൻസ് ഡയറക്ടർ ജനറലിന് കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ട് IB സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേസ് കൈമാറുന്ന കാര്യം നിലവിലെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ IB റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറും. ഹൈക്കോടതി ഇതിൽ എന്ത് നിലപാടെടുക്കും എന്ന് കണ്ടറിയണം. CBI അന്വേഷണം വരുന്നതിനൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടി നടന്നേക്കും. ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ചയ്ക്ക് ഒരുപാട് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്. സാധാരണക്കാരന്റെ ചിന്താമണ്ഡലത്തിനും അപ്പുറത്തുള്ള തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നത് എന്നും വ്യക്തമാണ്. സ്വർണം വിദേശത്തേക്ക് കടത്തിയെന്നും ശബരിമലയിലെ വിഗ്രഹങ്ങളും കള്ളക്കടത്ത് നടത്തി എന്നുള്ള കണ്ടെത്തലടക്കം പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം കള്ളപ്പണ ഇടപാടുകളും നടന്നതായി സംശയിക്കപ്പെടുന്നു. ഇങ്ങനെയെല്ലാമുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് ബ്യൂറോ പ്രാഥമിക വിവരശേഖരണം നടത്താൻ തയ്യാറായത്. ഇതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഇന്റലിജൻസ് മേധാവിക്ക് കൈമാറിയിട്ടുള്ളതും. ദേവസ്വം ഭാരവാഹികളിലേക്ക് അന്വേഷണം നീങ്ങുന്ന ഘട്ടത്തിലാണ് അന്വേഷണത്തിൽ ഇടപെടാനും തങ്ങളുടേതായ അന്വേഷണം കൂടി ആരംഭിക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായത്. അന്വേഷണത്തിന്റെ ഫയലുകൾ ആവശ്യപ്പെട്ട് ED ആദ്യം റാന്നി കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ വിധി എതിരായി. ഫയലുകൾ നൽകേണ്ടതില്ല എന്ന് കോടതി വിധിച്ചു. പിന്നാലെ ED ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. ഇതനുസരിച്ചാണ് അന്വേഷണ ഫയലുകൾ EDക്ക് ലഭിക്കുന്നത്. അത് ലഭിച്ചു കഴിഞ്ഞാലുടൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. എത്രത്തോളം വലിയ സ്വർണ്ണ കൊള്ളയാണ് നടന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം വൻതോതിലുള്ള കൊള്ള തന്നെയാണ് സന്നിധാനത്ത് നടന്നിട്ടുള്ളത്. ശബരിമലയിലെ ശില്പങ്ങളിലും പാളികളിലുമുള്ള ഇപ്പോഴത്തെ സ്വർണം യഥാർത്ഥ സ്വർണമാണോ എന്ന് പോലും സംശയകരമാണ്. സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആരംഭിച്ച് 3 മാസം പിന്നിടുമ്പോഴും ഇനിയും ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ശബരിമലയിൽ നിന്ന് എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു? ആര് കൊണ്ടുപോയി? തിരിച്ചെടുത്തെന്ന് പറയപ്പെടുന്ന സ്വർണം ശബരിമലയിലേത് തന്നെയാണോ എന്നീ സംശയങ്ങൾക്കൊന്നും ഇപ്പോഴും കൃത്യമായ ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ഇത് സംബന്ധിച്ച് ബുധനാഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ വ്യക്തത ലഭിച്ചതായി സൂചനയുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കൊള്ളയടിച്ച സ്വർണം എന്ത് ചെയ്തു? ഏതെല്ലാം സ്ഥലങ്ങളിൽ പൂജ നടന്നു? കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം പോറ്റിയും ഗോവർദ്ധനും മൊഴി കൊടുത്തതായാണ് സൂചന. 2019 ശ്രീകോവിലിൽ നിന്ന് ഇളക്കിയെടുത്ത് സ്വർണം പൂശാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എന്ത് ചെയ്തു എന്ന് വ്യക്തമല്ല. ഈ പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച് വിറ്റോ അതോ പാളികൾ അതേപടി പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് വിറ്റോ എന്നും വ്യക്തമല്ല. ഇക്കാര്യത്തിൽ 2 വഴിക്കും അന്വേഷണം തുടരുകയാണ് SIT. അതല്ല, രാസലായനി ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുത്തതാണ് എങ്കിൽ ആ പാളി തന്നെ രാസലായനിയിൽ ലയിച്ചു പോകും. ഈ ഘട്ടത്തിൽ ശബരിമലയിൽ ഇപ്പോഴുള്ള ശ്രീകോവിലിലെ പാളി തന്നെ ഒറിജിനലാണോ എന്നും അറിയണം. അതോടൊപ്പം കട്ടിളപ്പടിയിലെയും വ്യാളി ശിവരൂപങ്ങളിലെയും സ്വർണവും ഇത്തരത്തിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം SIT സമർപ്പിച്ച പോറ്റിയുടെയും ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും കസ്റ്റഡി അപേക്ഷയിലുണ്ട്. ഈ കടത്തിന് രാജ്യാന്തര ബന്ധമുണ്ടോ എന്ന സംശയവുമുണ്ട്. സുഭാഷ് കപൂർ മാതൃകയിൽ രാജ്യത്തിന് പുറത്തേക്ക് സ്വർണം കടത്തിയതായുള്ള സംശയം അന്വേഷിക്കാൻ ഹൈക്കോടതി തന്നെയാണ് നിർദ്ദേശിച്ചത്. ഒപ്പം സമാനമായ ഒരു ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങളിൽ പറഞ്ഞ പ്രവാസി വ്യവസായിയിൽ നിന്നാണ് D മണി എന്ന വിഗ്രഹ കടത്തുകാരന്റെ വിവരം ലഭിച്ചത്. മണിയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെ പ്രവാസി വ്യവസായി തന്നെയാണ് ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും അതിന്റെ പണം D മണി നൽകിയത് തിരുവനന്തപുരത്ത് വെച്ച് ദേവസ്വം ഭരണസമിതിയിലെ ഉന്നതന്റെ സാന്നിധ്യത്തിലാണ് എന്നും വെളിപ്പെടുത്തിയത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ D മണിയെയും സംഘത്തെയും ചോദ്യം ചെയ്തുവെങ്കിലും ശബരിമല കൊള്ളയിലെ പങ്കാളിത്തം തെളിയിക്കാനുള്ള തെളിവൊന്നും ലഭിച്ചിട്ടില്ല. ക്ഷേത്ര ശ്രീകോവിലിന്റെ കട്ടിളയുടെ മൊത്തം 7 പാളികളിലെ സ്വർണമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. കട്ടിളയ്ക്ക് മുകളിലുള്ള പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും നഷ്ടപ്പെട്ടു. ശ്രീകോവിൽ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിൽ നിന്നും രാശി ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന കട്ടിളയുടെ മുകൾ പടിയിലെ 2 ചെമ്പുപാളികളിൽ നിന്നും ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളികളിൽ നിന്നും അതിന് തെക്കും വടക്കും മൂലകളിലുള്ള പില്ലർ പാളികളിലും ഉണ്ടായിരുന്ന പ്രഭാ മണ്ഡലപാളിയിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ
ഇതുവരെ തിരിച്ചു കിട്ടിയത് പോറ്റി നൽകിയ പാളികളിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണത്തിൽ പണിക്കൂലി ഇനത്തിൽ കൈവശം വെച്ചു എന്ന് പറഞ്ഞ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയ 109.243 ഗ്രാം സ്വർണവും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹാജരാക്കിയ 474.96 ഗ്രാം സ്വർണവുമാണ്. എന്നാൽ കൊള്ള ചെയ്യപ്പെട്ട കൂടുതൽ സ്വർണം കണ്ടെടുക്കാനുണ്ട് എന്ന് SIT പറയുന്നു. ശബരിമലയിലെ പാളികളിൽ നിന്ന് ശേഖരിച്ച സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ 2019 ഇളക്കിക്കൊണ്ടുപോയ പാളികളിൽ നിന്ന് എത്ര സ്വർണം കൊള്ള ചെയ്യപ്പെട്ടുവെന്ന് വ്യക്തമാകുകയുള്ളൂവെന്നും എന്നാൽ VSC ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല എന്നും SIT ചൂണ്ടിക്കാട്ടുന്നു. ഈ പരിശോധനാ ഫലം പുറത്തു വരേണ്ടത് കേസന്വേഷണത്തിൽ നിർണായകമാണ്. ചോദ്യം ചെയ്യലും ഇടയ്ക്കിടെ ചില അറസ്റ്റും നടക്കുന്നുണ്ട് എങ്കിലും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ പോലെ വൻ തോക്കുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നതും വസ്തുതയാണ്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് വേർതിരിച്ചെടുത്തത് പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും. വേർതിരിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന സ്വർണം വാങ്ങിയയാളാണ് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ. ഇതിനെല്ലാം ഒത്താശ ചെയ്തത് അതാത് കാലത്തെ ദേവസ്വം ഭരണാധികാരികളാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ കുറ്റത്തിനാണ് CPM നേതാക്കളായ A. പത്മകുമാറും N. വാസുവും വിജയകുമാറും ഒക്കെ ജയിലിൽ കിടക്കുന്നത്. അന്നത്തെ ദേവസ്വം മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്തതും ഇനിയൊരിക്കൽ കൂടി ചോദ്യം ചെയ്യാനിരിക്കുന്നതും ഇതേ കേസിൽ തന്നെ. ഈ സാഹചര്യത്തിൽ ശബരിമല കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടി വരുന്നത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ട കനത്ത തോൽവിക്ക് ശബരിമല കേസ് കാരണമായി എന്ന പാർട്ടി വിലയിരുത്തൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ CPM എങ്ങനെയാണ് ശബരിമല കേസിനെ നേരിടാൻ പോകുന്നത് എന്ന് കണ്ടറിയണം.